കൂത്താട്ടുകുളം സംഘർഷത്തിലെ വിമത CPM കൗൺസിലർ കലാരാജുവിന്റെ മകനെതിരായ കേസ് വ്യാജമെന്ന് പോലീസ്. പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാണ് പോലീസിന്റെ നിഗമനം. ബാലു CITU പ്രവർത്തകരെ കമ്പി വടികൊണ്ട് അടിച്ചെന്നായിരുന്നു ആരോപണം. അഖിൽ പാലോട്ടുമഠം ചേരുന്നു. വിവരങ്ങളുമായി അഖിൽ, കൂത്താട്ടുകുളം സംഘർഷത്തിലെ വിമത CPM കൗൺസിലർ കലാരാജുവിന്റെ മകനെതിരായ പരാതി വ്യാജം എന്ന് പോലീസ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നു. വിവരങ്ങൾ. രോഹിണി, ഇന്ന് രാവിലെയാണ് കൂത്താട്ടുകുളം പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് കലാരാജുവിന്റെ മകൻ ബാലുവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. അതിൽ പ്രധാനമായും പറയുന്നത്, ഈ സംഘർഷം നടക്കുന്ന ദിവസം ബാലു CPM പ്രവർത്തകനും ഏരിയ കമ്മിറ്റി അംഗവുമായ സിബി പൗലോസിനെ കമ്പി വടി കൊണ്ട് ആക്രമിച്ചു എന്നതാണ് കേസായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിലാണ് പ്രധാനമായും അത്തരത്തിലൊരു തീരുമാനവും എടുത്തിരിക്കുന്നത്. എന്നാൽ പോലീസ് ഇപ്പോൾ പറയുന്നത് അത് വ്യാജമായ ഒരു പരാതി എന്നതാണ് ഇപ്പോൾ പോലീസ് തന്നെ പറയുന്നത്. ആദ്യ പ്രതികരണം നമ്മളോട് കലാരാജുവും മകനും നടത്തിയിരുന്നു. അതിൽ അവർ പറയുന്നത് രാഷ്ട്രീയപ്രേരിതമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു പ്രതികരണം അല്ലെങ്കിൽ ഒരു പ്രതികാര നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ കലാരാജു പ്രതികരിച്ചിരിക്കുന്നത്. രോഹിണി, ശരി, അഖിലാണ് വിവരങ്ങൾ നൽകിയത്. തനിക്കെതിരായ പരാതി ബോധപൂർവം കെട്ടിച്ചമച്ചതെന്ന് കൂത്താട്ടുകുളം സംഘർഷത്തിലെ വിമത CPM കൗൺസിലർ കലാരാജുവിന്റെ മകൻ ബാലു. തനിക്കെതിരെ ഉണ്ടായ അക്രമത്തിലാണ് താൻ പരാതി നൽകിയത്. മക്കൾക്കെതിരെ ബോധപൂർവമായ പ്രതികാര നടപടിയാണ് ഉണ്ടാകുന്നതെന്ന് കലാരാജുവും പ്രതികരിച്ചു. കൂത്താട്ടുകുളത്തെ സംഘർഷത്തിനു ശേഷം CPM പ്രതികാര നടപടികൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ കലാരാജുവിന്റെ മകനെതിരെയാണ് കള്ളക്കേസ് കൊടുത്ത് പോലീസിൽ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പാർട്ടി. ഇപ്പോൾ അതിൽ ആദ്യ പ്രതികരണം നടത്തി കലാരാജുവിന്റെ മകൻ ബാലു ഇപ്പോൾ നമ്മളോടൊപ്പം തന്നെ ചേരുന്നുണ്ട്. ബാലു, ഇപ്പോൾ അമ്മ സംഘർഷത്തിനു ശേഷം ബാലുവിനെതിരെയാണ് കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇത് കള്ളക്കേസാണ്. അതായത് ഇവർ പറയുന്നത്, ഞാൻ അന്വേഷിച്ച് പറഞ്ഞു വെച്ചാൽ 10:55 18-ാം തീയതി ചേട്ടൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല, പുള്ളിയെ ഞാൻ ഒരു വഴിയിലിട്ട് തല്ലി, ഇരുമ്പടിക്ക് തല്ലി എന്നാണ് പറയുന്നത്. പക്ഷേ അതേസമയം 10:55 ഞാനിവിടെ എറണാകുളത്തുണ്ട്, മരയുടെ അടുത്തൊരു ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ 15-ാം തീയതി ഒരു മരിപ്പിന് പോയിട്ട് 18-ാം തീയതി വരെ ഞാൻ ഹോട്ടലിൽ റൂം എടുത്താണ് നിന്നത്. അപ്പം ഞാനവിടെ നിന്ന് ഇതറിയുന്നത് തന്നെ 11:30 കഴിയുമ്പോഴാണ് അമ്മയുടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അത് സൗദിയിലുള്ള എൻ്റെ അനിയൻ വിളിക്കുമ്പോൾ അറിയുന്നത്. അതിൻ്റെ ഞാൻ അവിടെ നിന്ന് 12 മണിക്ക് ചെക്കൗട്ട് ചെയ്തിട്ട് അതിനു മുമ്പ് മെയിൽ അയച്ചിരുന്നു. DGPക്കും CMനും ചേച്ചിയുടെ ഫോണിൽ നിന്ന് മെയിൽ അയച്ചിട്ട് ഞാൻ നേരെ കൂത്താളം പോയത്. കൂത്താളത്തൊരു 1:30-2 ആ സമയത്ത് എത്തി. പിന്നെ ഫുൾ ടൈം ഞാൻ അവിടെ തന്നെയായിരുന്നു. ഞാൻ പിന്നെ പുറത്ത് ഇറങ്ങിയിട്ടില്ല. അതിനുശേഷം ഇവിടെ ആശുപത്രിയിലാണ്. അതിനുശേഷം ഇതേ സമയം വരെ ആശുപത്രിയിലാണ്, പുറത്തും പോയിട്ടില്ല. ഈ വധശ്രമവും അതുപോലെ തന്നെ മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിക്കുക അങ്ങനെ തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് ബാലുവിനെതിരെ കേസ് പോലീസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തിനാണ് CPM ഇങ്ങനെ ബാലുവിനോടെതിരെ നടത്തുന്നത്? ബാലുവിന്റെ രാഷ്ട്രീയം വല്ലതും നോക്കിയിട്ടാണോ? ഇല്ല, ഞാൻ രാഷ്ട്രീയപരമായിട്ട് ഇന്നേരെ പോയിട്ടില്ല. ഞാൻ ഇൻഡിവിജ്വലായിട്ട് പോകുന്നൊരു മനുഷ്യനാണ്. അപ്പം അമ്മ നടക്കും, ഞാൻ അമ്മയോട് പോകണ്ടെന്നും പറയത്തില്ല, പോകണമെന്നും പറയത്തില്ല. അമ്മയുടെ ഇതിലങ്ങ് പൊക്കോളും. ഞാൻ ഇന്നൊരു പരിപാടിക്കും പോയിട്ടില്ല അവരുടെ ആയാലും. ഇപ്പോൾ മകനെതിരെയാണ് കൗൺസിലർ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇപ്പോൾ കൗൺസിലർ പ്രവർത്തിച്ച പാർട്ടിക്കെതിരെ ഒന്ന് ശബ്ദമുയർത്തിയതിനാണ് കൗൺസിലറെ ആക്രമിക്കുന്നതിന് ശേഷം മകനെതിരെ കേസ്. എങ്ങനെ തോന്നുന്നുണ്ട്? 18-ാം തീയതി എനിക്ക് നേരെയുള്ള ആക്രമണത്തിന് ആണ് ഞാൻ പരാതി നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ മകനെ അവർ തിരഞ്ഞിട്ട് ആക്രമിക്കുന്നത്. അവർക്ക് കൃത്യമായിട്ട് അറിയാം അവന് എന്താണ്, വിദേശത്താണെന്നോ. അപ്പോൾ അത് തടയാൻ വേണ്ടി അവർ മനഃപൂർവ്വം ചെയ്യുന്ന ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് നേരെ ഉണ്ടായ ഒരു പ്രശ്നത്തിൽ എന്തിനാണ് എൻ്റെ മകനെ ഇതിലേക്ക് വലിച്ചഴിക്കുന്നത്? അതെനിക്ക് മനസ്സിലാകാത്തത്. ഞാൻ അവിടെ ഈ ഏരിയ കമ്മിറ്റി ഓഫീസിൽ എന്നെ കൊണ്ടുപോയി ആ സമയത്ത് കുട്ടികളുടെ നേരെ വധഭീഷണി ഉണ്ടായെന്ന് ഞാൻ കൃത്യമായിട്ട് മൊഴി കൊടുത്തിട്ടുണ്ട്. കൃത്യമായി കോടതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, പോലീസിനോടും പറഞ്ഞ കാര്യമാണ്. അപ്പോൾ എൻ്റെ മക്കൾക്കും വധഭീഷണി ഉണ്ട് അവരുടെ നേരെയാണ്. അപ്പോൾ അതിനെ മറച്ചുകൊണ്ടാണ് അവരിപ്പോൾ ഈ നടത്തുന്നത്, ഇങ്ങനെ ഒരു ആരോപണം, എൻ്റെ മക്കളുടെ നേരെ ആക്രമണം നടത്തുന്നത്. അപ്പോൾ ഇത് ശരിയല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ കൗൺസിലറും മകനും സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് CPMന്റെ ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി സ്ത്രീ ശാക്തീകരണത്തെ പറ്റിയും യുവാക്കളുടെ ഭാവിയെ പറ്റിയും എല്ലാം തന്നെ എറണാകുളം ടൗണിൽ പ്രസംഗിച്ചു പോയത്. അതിനു പിന്നാലെ തന്നെ പാർട്ടി ഇത്തരത്തിൽ ബോധപൂർവമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നത് രാഷ്ട്രീയമാണോ, രാഷ്ട്രീയ പകപോക്കലാണോ എന്നത് വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യം കൂടിയാണ്.